തൻ്റെ പോലീസ് കരിയറിന് ശേഷം നാട്ടിലൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഒക്കെ തുടങ്ങി ഒരു കുട്ടി അസിസ്റ്റന്റിനെയൊക്കെ കൂടെ വെച്ച് നാട്ടിലെ ചെറിയ തക്കട തരികട കേസുകളും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചു കൊടുക്കുന്ന ഒരു ഒരു സാധാരണ ഒരു ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ഒരു ഡൊമിനിക്കിന് പെട്ടെന്നൊരു ലേഡീസ് പേഴ്സ് കയ്യിലേക്ക് വരികയാണ്. അപ്പോൾ ആ ലേഡീസ് പേഴ്സിൻ്റെ ഉടമസ്ഥ ആരാണെന്നൊക്കെ കണ്ടുപിടിച്ച് തുടങ്ങുന്നിടത്താണ്, അല്ല ആ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടാൽ പോരെ, ഞാൻ മൊത്തം കഥ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഗൗതം വാസുദേവ മേനോൻ, നമ്മുടെ തമിഴിലെ ഫേമസ് ഡയറക്ടറായിട്ടുള്ള ഗൗതം വാസുദേവ മേനോൻ മലയാളത്തിലെ ആദ്യത്തെ ചിത്രം സംവിധാനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ മമ്മൂട്ടി കമ്പനി യുടെ 6ാമത്തെ പ്രൊഡക്ഷൻ ആയിട്ടുള്ള മമ്മൂക്ക, ഗോകുൽ സുരേഷ്, സുഷ്മിത ഭട്ട്, സിദ്ദിഖ്, ഷൈൻ ടോം ചാക്കോ അങ്ങനെ തുടങ്ങി ഒരു കൂട്ടം ആൾക്കാരൊക്കെ അണിനിരന്ന മലയാളത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. അപ്പോൾ ചിത്രം തിയേറ്ററിലേക്ക് വന്നിരിക്കുകയാണ്. ചിത്രം ഞാൻ കണ്ടു. പാലക്കാട് പ്രിയ തിയേറ്ററിൽ നിന്നാണ് ഞാൻ ചിത്രം കണ്ടത്. ചിത്രം കണ്ടതിന് ശേഷമുള്ള എൻ്റെ ഒരു ഒപ്പീനിയനാണിത്. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷിൻമോ ഷായ്. ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്, ഗൗതം വാസുദേവ മേനോൻ. എന്തിനേറെ പറയുന്നു, വാരണമായിരം, കാക്ക കാക്ക, എന്നെ എറിന്താൽ, അച്ചമൻപത് മടയമട, വിണ്ണൈ താണ്ടി വരുവായ, അങ്ങനെ തുടങ്ങി ഒട്ടനവധി സിനിമകൾ സംവിധാനം ചെയ്ത പ്രഗത്ഭശാലിയായ തമിഴിലെ ഡയറക്ടറാണ് ഗൗതം വാസുദേവ മേനോൻ. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മലയാളം സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. അതുപോലെ തന്നെ മമ്മൂട്ടി കമ്പനിയുടെ 6ാമത്തെ പ്രൊഡക്ഷനുമാണ്. അതുപോലെ തന്നെ മമ്മൂക്കയുടെ ഈ വർഷത്തെ ഫസ്റ്റ് സിനിമ, കൂടെ ഗോകുൽ സുരേഷ്, ഷൈൻ ടോം ചാക്കോ, സിദ്ദിഖ്, സുഷ്മിത ഭട്ട് അങ്ങനെ തുടങ്ങി ഒട്ടനവധി ആൾക്കാരെല്ലാം അണിനിരന്ന് മലയാളത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. സിനിമ മെയിനായിട്ട് പറയുന്നതെന്ന് പറഞ്ഞാൽ ഒരു CI ഡൊമിനിക്കിനെ ചുറ്റിപ്പറ്റിയുള്ളൊരു കഥയാണ്. CI ഡൊമിനിക് എന്ന് പറയുന്നത് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന, ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി നടത്തുന്ന ഒരാളാണ്. അദ്ദേഹം മുമ്പ് പോലീസിലായിരുന്നു. ചില കാരണങ്ങൾക്കാൽ പോലീസ് ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം ഒരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവായിട്ട് മാറുകയാണ്. അദ്ദേഹം കുറച്ച് കഴിവും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ കുറേ അയാളുടെ പാസ്റ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഷാഡോ ചെയ്തും എന്നാൽ റിവീൽ ചെയ്തും ഒക്കെയാണ് ഇതിനകത്ത് കാണിക്കാൻ അവർ ശ്രമിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ഏജൻസി ഒരു നോട്ടീസ് ഇറക്കുകയാണ്, പുതിയൊരു അസിസ്റ്റന്റിനെ വേണമെന്ന് പറയുന്നത്. അപ്പോൾ അസിസ്റ്റൻ്റായിട്ട് വരുന്നതാണ് നമ്മുടെ ഗോകുൽ സുരേഷ്. ഗോകുൽ സുരേഷും മമ്മൂക്കയും കൂടി കുറച്ച് ചെറിയ നുറുങ്ങു സാധനങ്ങളൊക്കെ, കുറച്ച് കേസ് അന്വേഷണവും പരിപാടികളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകുമ്പോഴാണ് അവർ അവിചാരിതമായിട്ട് ഒരു നമ്മുടെ പാച്ചു അത്ഭുത വിളക്ക് എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ഒരു അമ്മയുണ്ടായിരുന്നു. ലേഡിയുടെ നെയിം എനിക്കറിയില്ല, സൂപ്പർ ആക്ടിങ് ആണ് പുള്ളിക്കാരത്തി. അപ്പോൾ പുള്ളിക്കാരത്തി ഒരു പേഴ്സ് കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ്, ഈ പേഴ്സിൻ്റെ ഉടമേനൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ, അല്ല വീണ് കിട്ടിയതാണെന്ന് പറയും. അങ്ങനെ ആ പേഴ്സ്, ഒരു ലേഡീസ് പേഴ്സ്, ഇത് ആരുടെയാണ്, ഇതിൻ്റെ ഉടമസ്ഥ ആരാണെന്ന് കണ്ടുപിടിച്ച് പോകുന്നിടത്താണ് ഈ സിനിമ തുടങ്ങുന്നത് തന്നെ. അതിൻ്റെ ഒരു അടുത്ത ഷിഫ്റ്റിലേക്ക് കിടക്കുന്നത് തന്നെ. തുടർന്ന് നടക്കുന്ന എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് എന്നുള്ളതാണ് സിനിമ മെയിനായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നത്. അതെന്തായാലും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിയേറ്ററിൽ തന്നെ പോയി കാണാം. ഞാനത് പറഞ്ഞു തരുന്നതല്ല. സിനിമ എങ്ങനെയുണ്ട് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടായ ഒരു ക്ലാസ് പടമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. എനിക്കിത് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ വെച്ചിട്ടുണ്ട്. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ആക്ടറിൻ്റെ വേറൊരു വേർഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഗൗതം വാസുദേവൻ്റെ വേറൊരു വേർഷൻ കാണാൻ സാധിക്കും. ഒരു ടിപ്പിക്കൽ ത്രില്ലർ മാറി ഒരു വിത്ത് കോമഡി ആൻഡ് വിത്ത് സ്ലോ ബേണിങ് ത്രില്ലറായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. നല്ല രസമായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു ഫ്ലോ പോകുന്നില്ല. ഞാൻ ഇൻ്റർവെലൊക്കെ ആയപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു ഇതായിരിക്കും വില്ലൻ. കാരണം മമ്മൂക്കയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. ഒരു സിനിമ കാണുമ്പോഴും, ഒരു ത്രില്ലർ സിനിമ കാണുമ്പോഴും അതിൻ്റെ വില്ലനെ അപ്പം തന്നെ ഗസ് ചെയ്യും. ഞാനും ഇരുന്ന് ഇൻ്റർവെലായപ്പം ഇതായിരിക്കും വില്ലൻ എന്നൊക്കെ ചിന്തിച്ചെങ്കിലും അതിൽ നിന്നും കുറച്ചൊക്കെ വ്യതിചലിച്ച് ഒരു സാറ്റിസ്ഫാക്ഷൻ സാധനമൊക്കെ നമുക്ക് തരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ത്രില്ലടിപ്പിച്ച് കൊണ്ടുപോകാനും ഇവർക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ്. ഒരുപാട് സ്ഥലങ്ങളിൽ കോമഡി വർക്കൗട്ടാക്കുകയും ഭയങ്കര എന്ന് വെച്ചാൽ ഗോകുൽ സുരേഷ് എന്ന് പറയുന്ന ഒരു യങ്സ്റ്റർ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും നമ്മുടെ കണ്ണ് ഗോകുൽ സുരേഷിലോട്ട് പോകാതെ മമ്മൂക്കയിലോട്ട് പോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും ചെറുപ്പമുള്ള ആളെക്കാട്ടിലും കടത്തി വെട്ടിക്കൊണ്ടാണ് പുള്ളിയുടെ പെർഫോമൻസ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത ഒരു
പുള്ളിയാണ് ഫസ്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത്. ഗംഭീരമായിട്ട് പുള്ളിയുടെ റോള് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഡൊമിനിക് എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാൻ സാധിച്ചു. പലയിടത്തും പല കാര്യങ്ങളും ഹൈഡ് ചെയ്യുകയും പല കാര്യങ്ങളും റിവീൽ ചെയ്യുകയും ചെയ്യുന്ന ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പുള്ളി. ആ ഒരു ക്യാരക്ടർ, ആ പുള്ളിയുടെ ഒരു കുറേ തള്ളുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുത്താണ് ശരിക്കും പറയാം. മമ്മൂക്ക പൊളിയാണ്, ഒന്നും പറയാനില്ല. രണ്ടാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്രിപ്റ്റ് ആൻഡ് ഇതിന്റെ ഡയറക്ഷനാണ്. ഇതൊരു അഞ്ചാം പാതിര ടൈപ്പോ അല്ലെങ്കിൽ മറ്റ് ത്രില്ലർ സിനിമകൾ കാണുന്ന ഒരു പാറ്റേണിൽ വരുന്നൊരു സിനിമയല്ല. ഇത് എൻ്റെർലി ഡിഫറെൻ്റ് ആയിട്ട് ഒരു സ്ലോ പേസിൽ പോകുന്ന ഒരു സ്ലോ ബേണിംഗ് ആയിട്ടുള്ള, നമ്മൾ ഇരുന്ന് പയ്യെ ആലോചിച്ച് ഇങ്ങനെ കണക്ഷനൊക്കെ ഉണ്ടാക്കിയെടുത്ത് കാണേണ്ട ഒരു സിനിമയാണ്. എന്നാൽ അത് വളരെ മികച്ച രീതിയിൽ ഒരു തരി പോലും ബോറടിക്കാത്ത രീതിയിൽ അതിന്റെ സ്ക്രീൻ പ്ലേനെ ഒരുക്കിയിട്ടുണ്ട്. ഗൗതം വാസുദേവനും നീരജ് രാജ് രാജനും സൂരജ് രാജ് രാജനും കൂടിയാണ് ഇത് സ്ക്രീൻ പ്ലേ കൈകാര്യം ചെയ്തിരിക്കുന്നത്. സൂപ്പർബായിട്ട് അതിന്റെ റൈറ്റിംഗ് സെക്ഷൻ പോയിട്ടുണ്ട്. ഇത് ഗൗതം വാസുദേവനോന്റെ ഇതിനു മുമ്പുള്ള സിനിമകളൊക്കെ കണ്ടിട്ടുള്ള ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ ഇത് എൻ്റെർലി പുള്ളിയുടെ ഒരു ജോൺറ വിട്ട് ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പടമായിട്ട് തോന്നി. സൂപ്പർബായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. സൂപ്പർബായിട്ട് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ആക്ടറിനെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതാണ് അതിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. അടുത്ത പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ മ്യൂസിക് തന്നെയാണ്. ഡർബുക ശിവയാണ് ഇതിന്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മുമ്പത്തെ വർക്ക് എന്ന് പറയുന്നത് എന്നെ നോക്കി പായും തോട്ട എന്ന് പറയുന്ന നമ്മുടെ ഗൗതം വാസുദേവനോന്റെ തന്നെ സിനിമയാണ്, ധനുഷ് നായകനായിട്ടുള്ള. അപ്പോൾ ആ സിനിമയിലെ പാട്ടുകളൊക്കെ അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. അതിനുശേഷം ഡർബുക ശിവ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം പുള്ളി തന്നെ സംവിധാനം ചെയ്ത് പുള്ളി തന്നെ മ്യൂസിക് ചെയ്തൊരു സിനിമയാണ് മുതലും നീ മുടിവും നീ എന്ന് പറയുന്ന സിനിമ. അതിലെ പാട്ടൊക്കെ ഗംഭീരമായിരുന്നു, പടവും സൂപ്പറായിരുന്നു. അത് കണ്ടിട്ടില്ലാത്തവരുണ്ട്, കണ്ടു നോക്കുക. അപ്പം ആ സിനിമയൊക്കെ എടുത്തതിന് ശേഷം ഇപ്പം മലയാളത്തിൽ ആദ്യമായിട്ട് വരുന്ന ഒരു, ഇപ്പം അത് പറയേണ്ട ആവശ്യമില്ല, കാരണം ഇതിൻ്റെ അകത്തെ ടെക്നീഷ്യൻസ് ഫുള്ള് ഗൗതം വാസുദേവന്റെ മുമ്പത്തെ ടെക്നീഷ്യൻസ് തന്നെയാണ്. പുള്ളി ഇവിടെ വന്നൊരു സിനിമ എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. എഡിറ്റർ ആന്റണിയാണ്. അതുപോലെ തന്നെ ഈ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഡർബുക ശിവയാണ്. ഇതിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് വിഷ്ണു ആർ ദേവാണ്. അപ്പം പുള്ളിയുടെ ഒരു ടീം തന്നെയാണ് ഇതിനകത്ത് വന്ന് വർക്ക് ചെയ്തിരിക്കുന്നത്. എന്തായാലും എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല രീതിയിൽ വർക്ക് ചെയ്ത ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ പടത്തിനൊരു ഒരു ഒരു ഒഴുക്കുണ്ട്, ഒരു ഫ്ലോ ഉണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എവിടെയും ലോസ് ആവാതെ ആദ്യം മുതൽ അവസാനം വരെ ആ മീറ്റർ പിടിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട്. ഈ പടം ഇൻ കേസ് ഹിറ്റ് ആകുകയാണെങ്കിൽ ഇതിനൊരു സെക്കൻഡ് പാർട്ടും തേർഡ് പാർട്ടും ഫോർത്ത് പാർട്ടും ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു വലിയൊരു കണ്ടന്റ് ആണ്. കാരണം ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് ഒരു സാധനമാണ്, ഒരു ഡിറ്റക്റ്റീവ് ടൈപ്പ് ഒരു സാധനമാണ്. നമ്മുടെ ഷെർലോക്ക് ഹോംസും വാട്സണും ഒക്കെ പോലെ മമ്മൂക്ക ഷെർലോക്ക് ഹോംസും വാട്സണായിട്ട് പടത്തിൽ തന്നെ മെൻഷൻ ചെയ്യുന്നുണ്ട്. വാട്സണായിട്ട് ഗോകുൽ സുരേഷും ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതിന് മുമ്പോട്ട് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു സബ്ജക്റ്റും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു കഥാസന്ദർഭവും കാര്യങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. ഡൊമിനിക് ആൻഡ് വേറെ സോവാൻസോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് വേർഷൻസ് വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കുറച്ചും കൂടി ഇതിൻ്റെ ഒരു സിനിമാറ്റിക് ഗിംസും കാര്യങ്ങളൊക്കെ കൂട്ടി ഒരു സാധനം ചെയ്യട്ടെ. കാരണം ഇതിലെ പല സീനുകൾ കാണുമ്പോഴും ഇത് കുറച്ചും കൂടി എലാബറേറ്റ് ചെയ്ത് ചെയ്യാൻ കഴിവുള്ള ഒരു ഡയറക്ടർ ആണല്ലോ അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് പുള്ളി അടുത്ത പടത്തിലൊക്കെ കാണിക്കും. അടുത്ത് ഇത് പറയാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടമാവും. സുഷ്മിത ഭട്ട് എന്ന് പറയുന്ന ആക്ട്രസ് ഇതിന് മുമ്പ് ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എനിക്ക് പുള്ളിക്കാരത്തെ സ്ക്രീനിൽ ഫസ്റ്റ് കണ്ട് കുറച്ച് സീനുകൾ കഴിഞ്ഞപ്പോൾ പക്ക പഴയ ശോഭനയെ ഓർമ്മ വന്നു. എന്തുകൊണ്ടോ ഓർമ്മ വന്നു എന്ന് എനിക്കറിയില്ല. ഇനി ഡാൻസ് അതൊക്കെ ഇതിൻ്റെ അകത്തൊരു മാറ്ററായിട്ട് വരുന്നതുകൊണ്ടാണോ എന്നറിയില്ല. പക്ഷെ ചില ഷോട്ടുകൾ പക്ക ഒരു പഴയ ശോഭനയെ ഓർമ്മ വരുന്ന രീതിയിൽ തോന്നി. എന്താണെന്നറിയത്തില്ല. ഇനി അതുപോലൊരു നല്ലൊരു ആക്ട്രസ് ആയിട്ട് മാറുവാണെങ്കിൽ വളരെ സന്തോഷം. മാറട്ടെ, ഗംഭീരമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. സൂപ്പർ. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ത്രില്ലടിച്ച് കാണാൻ സാധിക്കുന്ന, ഈ ത്രില്ല് എന്ന് പറയുന്ന വാക്ക് യൂസ് ചെയ്യുന്നത് ഈ മാരക ട്വിസ്റ്റുകളും സാധനങ്ങളും മാത്രമുള്ള സിനിമയ്ക്ക് മാത്രമല്ല, ഇങ്ങനെയുള്ള സിനിമയ്ക്ക് യൂസ് ചെയ്യും. ഇതൊരു ത്രില്ലർ ടൈപ്പ് സിനിമ തന്നെയാണ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ടൈപ്പ് സാധനം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു ജോണറൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയാണിത്. ഇനി ഇത് കണ്ടിട്ട് നിങ്ങൾ വന്നിട്ട് ഇതെവിടെയാ ത്രില്ലിംഗ് ഉള്ളത്, ഇത് ഭയങ്കര സ്ലോ ആണല്ലോ, ഇതിനെയാണോ ത്രില്ലിംഗ് എന്ന് പറഞ്ഞ് ഈ ഇടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. ഒരു ലേഡി, ഒരു പെണ്ണ്, ഞാൻ അതിന് കമൻ്റ് ഒന്നും ചെയ്തില്ല, ഇൻസ്റ്റയിൽ കണ്ടതാണ്. രേഖാചിത്രം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നമ്മുടെ മറ്റേ സിനിമ ഉണ്ടല്ലോ, ഏതായിരുന്നു, അഞ്ചാം പാതിര പോലത്തെ ഒരു സിനിമയൊന്നുമല്ല. അങ്ങനെയാണ് ബാക്കിയുള്ള റിവ്യൂവേഴ്സ് എല്ലാം പറയുന്നതെന്ന് പറയും. ഏത് റിവ്യൂവിലാണ് ഞാൻ പറഞ്ഞ, എൻ്റെ റിവ്യൂവിൽ എന്തായാലും ഞാൻ പറഞ്ഞിട്ടില്ല, മറ്റ് ആരും പറഞ്ഞായിട്ട് ഞാൻ കേട്ടതുമില്ല.
സ്വന്തമായിട്ട് അസ്യൂം ചെയ്തിട്ട് വെറുതെ ഒരു നല്ലൊരു സിനിമേനെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു പ്രൊജക്ഷൻ നടത്തുമ്പോൾ തന്നെ ബാക്കി കേൾക്കുന്ന ആൾക്ക് തോന്നുന്നു അപ്പം അത്ര സംഭവം ഇല്ല എന്നാൽ പിന്നെ കാണണ്ട എന്നേ വിചാരിക്കത്തുള്ളൂ. അപ്പം അത്തരത്തിലുള്ളൊരു പദപ്രയോഗങ്ങളൊക്കെ നടത്തുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. കാരണം പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്നും പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നും പറയുന്നത് ശരിയല്ല. പറഞ്ഞ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സിനിമ കാണാൻ പോവുക. വേറെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതൊരു നല്ല ഡീസൻറ്റ് സ്ലോ ത്രില്ലറാണ്. പയ്യെ ഇരുന്ന് റിലാക്സ് ആയിട്ടിരുന്ന് ഓരോ കാര്യങ്ങളും ഡീറ്റെയിലൊക്കെ മനസ്സിലാക്കി കണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ചിരിക്കാനും ഒക്കെ വെച്ച് കാണാൻ പറ്റിയൊരു സൂപ്പർ സിനിമയാണ്. എനിക്ക് എന്തായാലും ഹാപ്പിയായി. 2024 തുടങ്ങിയപ്പം മമ്മൂക്ക് ഒരു ഹിറ്റ് കൊടുത്ത പോലെ തന്നെ, മമ്മൂട്ടി കമ്പനി ഒരു ഹിറ്റ് കൊടുത്ത പോലെ തന്നെ, പ്രമേയവും പോലത്തെ ഒരു ഹിറ്റ് തന്ന പോലെ തന്നെ മറ്റൊരു ഹിറ്റ് തന്നെയാവട്ടെ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ലൊരു വിജയമായി തീരട്ടെ. നല്ലൊരു ഹൗസ്ഫുൾ ആൾക്കാരുടെ കൂട്ടത്തിയിരുന്ന് നല്ല റെസ്പോൺസോടുകൂടി സിനിമ കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ചില സിനിമകൾ കാണുമ്പോൾ നമ്മളൊന്ന് ഹാപ്പി ആവുമല്ലോ എന്ന് പറയുന്നതിലൊരു ഹാപ്പി ഫീലിലാണ് വന്നിരിക്കുന്നത്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇഷ്ടമുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ പീസ് ഔട്ട്.